ഹലോ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്ന് ഗുരുവായൂർ പോയിട്ടുണ്ടായിനി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. കുറേ ആയി പോകാൻ വിചാരിക്കുന്നു, പക്ഷേ അപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല. ഒരു വിളി വരണമല്ലോ അവിടുന്ന് പോകാനായിട്ടില്ല. അപ്പോൾ അതിപ്പോഴാണ് വന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും രാവിലെ തന്നെ റെഡിയായി. ചായ ഒന്നും കുടിച്ചിട്ടില്ല. പോകുന്ന പോക്കിൽ കുടിക്കാമെന്നുള്ള വലിയ പ്ലാനിലാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മൾ മാത്രമല്ല, എൻ്റെ അച്ഛനും അമ്മയും കൂടി ഉണ്ട്. അവരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്തിട്ടാണ് യാത്ര പുറപ്പെട്ടത്. വാമിയും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായില്ലത്. സ്കൂളിൽ പോയിട്ട് വരെ ടീച്ചർമാരോടെല്ലാം കണ്ണനെ കാണാൻ പോകണം എന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കൽ. എന്നെ കണ്ടാൽ കുളിക്കാത്ത പോലെ തോന്നുമെങ്കിലും കുളിച്ചിട്ടെല്ലാം നമ്മൾ ഇറങ്ങിയത്. നമ്മൾ ഏടെ പോകുന്നുണ്ടെങ്കിലും ഇവിടെ നിന്നാണ് പെട്രോൾ അടിക്കുക. ഇവിടെ നിന്ന് വെച്ചാൽ ഈ പെട്രോൾ പമ്പ് എന്നല്ല, ഇത് മാഹിയാണ്. മാഹിയിൽ നിന്നാണ് പെട്രോൾ അടിക്കുക. കാരണം ഇവിടെ ഒരു 10-11 രൂപയുടെ അടുത്ത് വില കുറവുണ്ടാവും. കാരണം ഇത് കേരളമല്ല, ഇത് പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരിൻ്റെ ഒരു ഭാഗമാണ് മാഹി. അച്ഛനെയും അമ്മേനെയും കൂട്ടി നമ്മൾ നേരെ പോയത് ഹോട്ടലിലേക്കാണ്. നമ്മൾ സ്ഥിരം പോകുന്നൊരു ഹോട്ടലുണ്ട്, കാർത്തിക. അതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. അവിടെ പോയിട്ട് ഞാൻ പുട്ട് കഴിച്ചു. ബാക്കി എല്ലാവരും നെയ് റോസ്റ്റും മസാല ദോശയാണ് കഴിച്ചത്. രാവിലെ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ മസാല ദോശ ഒഴിവാക്കിയത്, എണ്ണ ആയതുകൊണ്ട്. ചായയും കുടിച്ച് നമ്മൾ വണ്ടിയിൽ കയറി. പിന്നെ എവിടെയും നിർത്തിയിട്ടൊന്നുമില്ല. നല്ല അന്തരീക്ഷമായിരുന്നു, മഴയൊന്നും ഉണ്ടായിട്ടില്ല ഭാഗ്യത്തിന്. നല്ല മഴമൂടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കെന്തോ ഭാഗ്യത്തിന് മഴയൊന്നും കിട്ടിയിട്ടില്ല. അവിടെ എത്തുന്നവരെയും മഴയൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ മുൻകൂട്ടി ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടൊന്നും അല്ല പോയത്. അതുകൊണ്ട് തന്നെ 1-2 സ്ഥലത്ത് കയറി അന്വേഷിക്കേണ്ടി വന്നു. അവസാനം എവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഒരു റെസ്റ്റ് ഹൗസാണ്, പാഞ്ചജന്യം. നമ്മൾ എത്താൻ ഉച്ചയായതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. ഇവിടെ ഊണ് മാത്രമേ ഉള്ളൂ. അത് ഒരു ഊണിന് 180 രൂപയും സ്പെഷ്യൽ ഊണാകുമ്പോൾ 360 മറ്റോ ആണ് ഇവിടെ റേറ്റ് വരുന്നത്. നല്ല തിരക്കായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ അച്ഛനെ അപ്പുറമായിരുന്നു സീറ്റ് കിട്ടിയത്. ആൾക്കാർ ഇറങ്ങുന്നത് നോക്കി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം, എന്നെങ്കിൽ മാത്രമേ നമുക്കവിടെ സീറ്റ് കിട്ടൂ. ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നു, പക്ഷേ അവിടെ പൊന്നിയരി മാത്രമേ കിട്ടൂ. ചുവന്ന അരി ചോറൊന്നും അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഊണ് കഴിഞ്ഞ് ഇലയും മടക്കി നമ്മൾ റൂമിലേക്ക് പോയി. നമുക്ക് ഈ റെസ്റ്റ് ഹൗസിൻ്റെ 3-ാം നിലയിലാണ് റൂം കിട്ടിയത്. അടുത്തടുത്ത് 2 റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തത്. നമ്മൾ 2 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്തത്. നമ്മൾ റൂം എടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു റൂമിന് വേണ്ടി. 3-ാം നിലയിലും 4-ാം നിലയിലും മാത്രമേ റൂം ഒഴിവുണ്ടായിരുന്നുള്ളൂ. അതും ലിഫ്റ്റ് വർക്കിംഗ് അല്ലാത്ത കാരണം സ്റ്റെയർ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ഈ റൂം എടുക്കാൻ പറ്റൂ. അങ്ങനെ നമ്മളെ ഭാഗ്യത്തിനാണ് നമുക്ക് 3-ാം നിലയിൽ അടുത്തടുത്ത് 2 റൂം കിട്ടിയത്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ല റൂമായിരുന്നു. 3 പേർക്ക് കിടക്കാൻ പറ്റുന്ന ബെഡ് ഉണ്ടായിരുന്നു. അതുപോലെ 2 കുപ്പി വെള്ളം, ചെറിയൊരു സോപ്പ്, ഇരിക്കാനുള്ളൊരു സംഭവം, പിന്നെ സ്റ്റോറേജ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഉണ്ടായിരുന്നു. അതിന് നല്ലൊരു വലിയ കണ്ണാടിയുണ്ട്. നമുക്ക് ഒരുങ്ങിയിട്ടെല്ലാം നല്ല വൃത്തിയിൽ നോക്കിയിട്ടെല്ലാം പോകാനെല്ലാം പറ്റും. പിന്നെ ടോയ്ലറ്റ് ആയാലും അത്യാവശ്യം വൃത്തിയെല്ലാം നല്ല ടോയ്ലറ്റ് തന്നെ. പച്ചവെള്ളവും ചൂടുവെള്ളവും എല്ലാം കിട്ടും. വാമി ആടെ എത്തിയപാട് എല്ലാം ഫുൾ എക്സ്പ്ലോറിങ് ആയിരുന്നു. ആടെ കാണുന്ന സകല സാധനവും പരിശോധിക്കലും അതിൽ കയറി ഇരിക്കലും എല്ലാം ആയിരുന്നു ഓളെ പ്രധാന പണി. അങ്ങനെ നമ്മൾ കുളിച്ച് ഒരു 5 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് റെഡിയായി. ഞാൻ അമ്പലത്തിൽ പോകാൻ 2 ദിവസത്തേക്കും ചുരിദാർ തന്നെ എടുത്തിന്. സാരിയോ സെറ്റ് മുണ്ടോ ഒന്നും എടുത്തിട്ട. എല്ലാവരും റെഡിയായി. നമ്മൾ ഫോട്ടോ എല്ലാം എടുത്ത്, ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും നിർത്തി ഞാൻ വീഡിയോ എല്ലാം എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മയെല്ലാം ഇപ്പം എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഏട്ടന് പക്ഷേ എന്തോ കാര്യം മനസ്സിലായിട്ടാണ് പാടുന്ന് നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്നത്.
വലിയ കാര്യത്തിൽ ബാഗെല്ലാം തൂക്കിയിട്ടാണ് പോകുന്നത് എല്ലാവരും. പക്ഷേ ഈ ബാഗൊന്നും അങ്ങോട്ടേക്ക് കയറ്റൂല. ചെറിയൊരു ബാഗ് മാത്രം എടുക്കുക. അതിൽ നമുക്ക് പൈസ മാത്രമേ വെക്കാൻ പറ്റൂ. ഫോണോ മറ്റ് സാധനങ്ങളോ ഒന്നും വെക്കാൻ പറ്റൂല. ദർശനത്തിന് നമ്മൾ ക്യൂ നിൽക്കുന്ന സമയം തുടക്കത്തിൽ തന്നെ നമ്മളോട് സെക്യൂരിറ്റി ചോദിക്കും, ഫോണോ മറ്റേ സ്മാർട്ട് വാച്ച് അങ്ങനത്തെ എന്തെങ്കിലും കയ്യിലുണ്ടോ എന്നെല്ലാം ചോദിക്കും, ബാഗിലുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. പക്ഷേ അവിടെ ക്ലോക്ക് റൂം ഉണ്ട്. നമുക്ക് ഫോണെല്ലാം അവിടെ വെച്ചിട്ട് വേണമെങ്കിൽ അകത്തേക്ക് കയറാം. ഇതാണ് നമ്മൾ നിന്ന ഹോട്ടലിൻ്റെ റിസപ്ഷനും എൻട്രൻസും. അവിടെ കുറേ ആൾ വെയിറ്റിംഗ് ആണ്. ശരിക്കും കറക്റ്റ് 3 മണിക്കാണ് അവിടുത്തെ ചെക്ക് ഔട്ട് സമയം വരുന്നത്. അപ്പോൾ ആ സമയത്ത് പോയാലാണ് കൃത്യമായിട്ട് നമുക്ക് റൂമെല്ലാം ഉണ്ടോ ഇല്ലയോ എന്നെല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത്. നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഓഫീസാണ്. ഈ കാണുന്ന ശ്രീവത്സവും ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഗസ്റ്റ് ഹൗസാണ്. നമ്മുടെ പാഞ്ചജന്യത്തിൻ്റെ തൊട്ടടുത്താണ് ഈ ശ്രീവത്സവും വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ആ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലേക്കാണ്. നമ്മൾ വൈകുന്നേരം ഒരു 5-5:15 സമയത്താണ് അമ്പലത്തിലെത്തിയത്. നമ്മൾ നടക്കുന്നതിൻ്റെ ഇടതുവശത്ത് കാണുന്നതാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം. ഇവിടെയാണ് മറ്റ് കലാപരിപാടികളെല്ലാം നടക്കാറുള്ളത്. നമ്മൾ പോയ സമയത്ത് ഈ ഓഡിറ്റോറിയത്തിൽ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അപ്പുറത്തെ വശത്തുള്ള മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ പരിപാടി നമുക്ക് കാണാൻ പറ്റീനി. ഇവിടെ അമ്മയും ഏട്ടനെല്ലാം ഭയങ്കര ചർച്ചയിലാണ്. നമ്മൾ വരുമ്പം ഏട്ടന് മേൽമുണ്ട് എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അത് വാങ്ങേണ്ടതിനെ പറ്റിയിട്ടും ക്യൂ നിൽക്കേണ്ടതിനെ പറ്റിയിട്ടെല്ലാമാണ് ഇവിടെ ഭയങ്കരമായിട്ട് ചർച്ച നടക്കുന്നത്. അങ്ങനെ ചർച്ചയെല്ലാം അവസാനിപ്പിച്ച് ക്യൂവിൽ കയറി. 4 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് നമുക്ക് ഭഗവാന്റെ ദർശനം കിട്ടിയത്. ഏകദേശം ഒരു 9 മണിയായിട്ടുണ്ടാവും നമ്മൾ പുറത്തിറങ്ങാൻ. പിന്നെ മെല്ലെ ചന്തയെല്ലാം നോക്കി നടന്നു. നാളെ എന്തെല്ലാം വാങ്ങണം, ഏതെല്ലാം കടയിൽ കയറണം, ഇതെല്ലാമായിരുന്നു ചിന്ത. സത്യം പറഞ്ഞാൽ നമ്മൾ ഒന്നും വാങ്ങുമൊന്നുമില്ല, പക്ഷെ ഇതെല്ലാം കാണാൻ തന്നെ എന്ത് രസമാണ്. എനിക്ക് എല്ലാ കടയിലും കയറിയിട്ട് ഇതെല്ലാം കാണണം. ഇതാണ് എൻ്റെ മെയിൻ പരിപാടി. ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ഈ പരിസരം തന്നെ വേറെ തന്നെ ഒരു വൈബാണ്. കാണാൻ തന്നെ കുറേ കൃഷ്ണ വിഗ്രഹങ്ങളും മയിൽപ്പീലിയും മഞ്ചാടിയും പൂക്കളും. ഇതൊന്നും കാണുന്ന മാത്രമല്ല, നമുക്ക് ഈ കടേൻ്റെ എല്ലാം സൈഡിൽ കൂടെ നടക്കുമ്പം ഈ മുല്ലപ്പൂവിൻ്റെയും തുളസി മാലേൻ്റെയും ചന്ദനത്തിൻ്റെ എല്ലാം ഒരു മണമുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പോയി മഞ്ജുളാൽ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായി. രാത്രിയായതുകൊണ്ട് ശരിക്കും മനസ്സിലാവുന്നില്ല. ഗുരുവായൂർ നഗരസഭാ കാര്യാലയത്തിൻ്റെ തൊട്ടടുത്ത് റോഡിൻ്റെ നടുവിലാണ് ഇതില്ലത്. ശരിക്കും വാമി അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് മേടിച്ചതാണ് ഈ മയിൽപ്പീലി. ഇത് നമ്മൾ തിരിച്ച് വരുന്ന വരെയും കൈമെന്ന് പിന്നെ താഴെ വെച്ചിട്ടുണ്ടായിട്ട. അങ്ങനെ നമ്മൾ മഞ്ജുളാൽ കണ്ടിട്ട് തിരിച്ച് വരുന്ന സമയത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ മോഹിനിയാട്ടം നടക്കുന്നുണ്ടായിനി. അത് നോക്കിക്കൊണ്ട് കുറച്ച് സമയം നമ്മൾ അവിടെ നിന്നു. രാത്രി 10 മണിക്ക് ആ ഓഡിറ്റോറിയത്തിലുള്ള ആൾക്കാരാണ് ഈ കാണുന്നത്. ഒരിക്കലും കൂടെ ഭഗവാനെ പുറത്തുനിന്ന് തൊഴുതതിന് ശേഷമാണ് നമ്മൾ പിന്നെ റൂമിലേക്ക് തിരിച്ചു പോയത്. തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ എല്ലാവരും അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് മസാല ദോശയെല്ലാം കഴിച്ചു. എന്നിട്ടാണ് പിന്നെ റൂമിലെത്തിയത്. ഏകദേശം ഒരു 11 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ റൂമിൽ പോയ പാടെ കിടന്നു. പിറ്റേ ദിവസം നമ്മൾ രാവിലെ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് കുളിച്ചിട്ടെല്ലാം റെഡിയായി. അമ്മ സെറ്റ് മുണ്ടാന്ന് കൊടുത്തിട്ടുണ്ടായിനി. മാമീനെയും രാവിലെ തന്നെ എണീപ്പിച്ച് കുളിപ്പിച്ചിട്ടെല്ലാം റെഡിയാക്കിനി. നമ്മൾ ഇന്നലെ വിചാരിച്ചിന് മുല്ലപ്പൂ വാങ്ങിയിട്ട് തലയിൽ കുത്തണമെന്ന്. അപ്പം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരു കുഞ്ഞി മുല്ലപ്പൂ കൊണ്ട് നിൽക്കുന്നുണ്ടായിനി. അപ്പം അവിടെ തന്നെ അത് വാങ്ങി തലയിൽ ചൂടിയിട്ടാണ് നമ്മൾ പോയത്. ഒരു മുഴം മുല്ലപ്പൂ 40 രൂപക്കാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയത്. അമ്മയുടെ തലയിൽ പൂ ചൂടിയത് കണ്ടുവാ, ഇതേപോലെ തന്നെയാണ് അമ്മ എൻ്റെ തലയിലും ചൂടി തന്നിനി. അങ്ങനെ നമ്മൾ അമ്പലത്തിലെല്ലാം കയറി തൊഴുത് കാപ്പി കുടിക്കാൻ പോയി. കാപ്പിക്ക് ഇഡലിയും സാമ്പാറും ആയിരുന്നു. അതും കഴിച്ച് നമ്മൾ ഓഡിറ്റോറിയത്തിൽ വന്ന് കുട്ടികളെ കുറച്ച് പരിപാടി കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു. കുറേ നേരം നമ്മൾ ഈ ഡാൻസിൽ തന്നെ മുഴുകിയിരുന്നു. നല്ല രസമുണ്ട് ഇത് കണ്ടിരിക്കാൻ. സമയം പോകുന്നത് അറിവേയില്ല.
ആടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിനി. ഗുരുവായൂരിൽ നിന്ന് 40 രൂപയുടെ ഓട്ടോ ദൂരം മാത്രമേ ആ അമ്പലത്തിലേക്കുള്ളൂ. ആടെയും കൂടെ പോയിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു വന്നത്. നമ്മൾ നിൽക്കുന്ന ഗസ്റ്റ് ഹൗസിൻ്റെ തൊട്ട് മുമ്പിലാണ് ഈ ഗുരുവായൂർ കേശവൻ്റെയും പത്മനാഭ മരപ്രഭുവിൻ്റെയും ഈ പ്രതിമയുള്ളത്. നമ്മൾ തിരിച്ചു വരുന്നതിന് മുന്നേ അതെല്ലാം നോക്കിക്കണ്ട് അതിൻ്റെ ഇടയിൽ കുറേ ഹിസ്റ്ററിയെല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വായിച്ച് മനസ്സിലാക്കി ഫോട്ടോ എല്ലാം എടുത്തിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചത്. ഈ ആനയുടെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നില്ലേ എന്ന് ഞാൻ വാമിയോട് ചോദിച്ചിട്ടാകുമ്പോൾ ഈ പെണ്ണിൻ്റെ അടുത്തുനിന്ന് മാത്രമേ ഞാൻ ഫോട്ടോ എടുക്കുന്നില്ലൂ എന്നായിരുന്നു വാമിയുടെ മറുപടി. പണ്ട് ഭഗവാന്റെ ഭക്തനായിട്ടുള്ള പൂന്താനം അറിയാതെ പത്മനാഭോ മരപ്രഭുന്ന് തെറ്റിച്ചൊല്ലിപ്പോയി. അപ്പോൾ അത് ശരിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഭഗവാൻ ചെയ്ത ഒരു സങ്കല്പമാണ് ഈ പത്മനാഭ മരപ്രഭു എന്ന് പറയുന്ന ഈ ഒരു സങ്കല്പം. 54 അടി ഉയരത്തിൽ മണ്ണിലാണ് ഈ ഒരു ശില്പം ചെയ്തിട്ടുള്ളത്. ഇതാണ് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൻ്റെ മുമ്പിലത്തെ വ്യൂ. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞ് റൂമിൽ പോയി പാക്കിംഗ് എല്ലാം ചെയ്ത് യാത്ര പുറപ്പെട്ടു. വണ്ടി കയറുന്ന സമയത്ത് ഇനിയും വരാൻ പറ്റണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് നമ്മൾ ആനപ്പന്തിയിലും കയറിയിട്ടുണ്ടായിനി. അവിടെ മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് ടിക്കറ്റിൻ്റെ ഫീസ് വരുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തിൽ കോട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ശരിക്കുള്ള ലൊക്കേഷൻ വരുന്നത്. ഗുരുവായൂരപ്പന് ഭക്തർ കൊടുത്ത 50-ലധികം ആനകളെയാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. ഗുരുവായൂർ കേശവനടക്കം ഗുരുവായൂരപ്പൻ്റെ എല്ലാ ആനകളും ഇവിടെയാണ് ജീവിച്ചിട്ടുണ്ടായിന്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം വരുന്നത്. നമ്മ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാന അതിൻ്റെ തുമ്പിക്ക് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ചിഹ്നം വിളിക്കാനെല്ലാം നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ടായിന്. നല്ല രസമുണ്ടായിന് അത് കാണാൻ. ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് മനസ്സ് നിറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.